ഹലോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഏതനക്വേറിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ കുറേ നാൾ മാറ്റിവെച്ച ഒരു ജോലിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ഈ ബെറ്റാസിൻ്റെ ഫീമെയിൽ കിടക്കുന്ന ഈ ടാങ്കിൽ 1-2 പെയർ വൈറ്റ് ടെക്സിലൂടെ പെയറുകളുണ്ട്. അവരെ നമ്മളൊന്ന് മാറ്റാൻ പോവാണ്. ഒരു പെയറിന് ഞാൻ എടുത്തിട്ടുണ്ട്. ഇവരെ ഇവിടുന്ന് മാറ്റി ടെക്സിഡോ വൈറ്റ് കിടക്കുന്ന ആ ഒരു ടാങ്കിലേക്ക് മാറ്റണം. ഇവിടെ കിടന്നാൽ കുട്ടികളുണ്ടാവും. ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ബെറ്റാസ് ഫീമെയിൽസ് എല്ലാം അത്യാവശ്യം അവരെ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ടെക്സിഡോ വൈറ്റ് മാത്രം കിടക്കുന്നൊരു ടാങ്കാണ്. ഇവിടേക്കാണ് നിലവിൽ നമ്മൾ അവരെ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വൈറ്റ് ടെക്സിലൂടെ പെയറുകൾ ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. നമ്മുടെ അടുത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സെമി അഡൾട്ട് സൈസ് ടെക്സിഡോ വൈറ്റ് പെയറുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ദയവായിട്ട് എന്നെ അറിയിക്കുക. നമുക്ക് കൊറിയർ അയച്ചു തരാൻ പറ്റും. അപ്പോൾ എൻ്റെ നമ്പർ ഇതിൻ്റെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് ചെയ്താൽ മറ്റ് ഡീറ്റെയിൽസുകളും നിങ്ങൾക്ക് തരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ പെയറുകളൊന്ന് നോക്കി, എന്ത് ഭംഗിയാണെന്ന് നോക്കി. ശരിക്കും ഭയങ്കര രസമാണ് വൈറ്റ് ടെക്സിഡോ കാണാനായിട്ട്. അത് കുറച്ച് നമ്പർ കൂടുതലുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. ഞാൻ ഇതുവരെ വളർത്തിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗപ്പി വെറൈറ്റിയാണ് വൈറ്റ് ടെക്സിഡോ. അതായത് ഗപ്പിയൊക്കെ വളർത്തി തുടങ്ങുന്ന ആ ഒരു കാലഘട്ടം മുതൽ എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് ബ്രീഡ് ചെയ്ത ഗപ്പി വെറൈറ്റി വൈറ്റ് ടെക്സിഡോ ആയിരിക്കും. കാരണം ആദ്യഘട്ടങ്ങളിലൊക്കെ ഏഞ്ചലായിരുന്നു നമ്മുടെ ഒരു മെയിൻ ഫേവറേറ്റ് ഫിഷ്. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഏഞ്ചലിലോട്ടൊക്കെ ഗപ്പിയിലോട്ടൊക്കെ കടന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ളൊരു ഫിഷാണ് ടെക്സിഡോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദയവായിട്ട് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.